അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഉച്ചയൂണിന് ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ. നമുക്ക് അത്രയും രുചികരമാണ്. അപ്പോൾ അതിനായിട്ടൊരു ചെറിയ കണ്ണിമാങ്ങയാണ്. തൊലി കയ്പില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ ഞാൻ തൊലി ചെത്താതെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. തൊലി കയ്പുള്ളതാണെങ്കിൽ നിങ്ങൾ തൊലി ചെത്തിയിട്ട് എടുക്കണം. ഒരു കണ്ണിമാങ്ങയ്ക്ക് നല്ലോണം ഒരു കൈപ്പിടി തേങ്ങ, മാങ്ങയൊക്കെ കൂടുതൽ തേങ്ങയാണ് നമുക്ക് വേണ്ടത്. പിന്നെ 3 ചെറിയുള്ളി, പിന്നെ തേങ്ങയിൽ കുറച്ച് മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ആദ്യം ഒന്ന് അമ്മിക്കല്ലിൽ അരച്ചെടുക്കണം. അതേ ടേസ്റ്റിലാണ്. അപ്പോൾ ഒന്ന് തിരിച്ചെടുക്കുക. അധികം അരക്കേണ്ട, വെള്ളമൊന്നും കൂട്ടിയിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ മാങ്ങയും ചെറിയുള്ളിയും ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ പറയുന്ന ടേസ്റ്റിൽ നമുക്ക് മാങ്ങ ചമ്മന്തി റെഡിയായി കിട്ടില്ല. അപ്പോൾ ആദ്യം തേങ്ങയും മുളക് പൊടി ഉപ്പും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുക. വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. അപ്പോൾ അതാ നമ്മളത് നന്നായിട്ടൊന്ന് ഉരുട്ടി എടുത്ത് കഴിഞ്ഞാൽ ഉച്ചയൂണാകുമ്പോഴേക്കും അടിപൊളി ടേസ്റ്റിൽ കിട്ടും. അതിൽ വേറെ എണ്ണയോ കുറേ മുളകൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അടിപൊളി ടേസ്റ്റാണ് ഈ മാങ്ങ ചമ്മന്തിക്ക്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് എന്താണെന്നല്ല, ഇന്നത്തെ ഉച്ചയൂണിന് നമ്മൾ നല്ല കുത്തിരി ചോറ്, പിന്നെ നമ്മുടെ കൂർക്കയുടെ കാലമാണ്. അപ്പോൾ കൂർക്കുപ്പേരി, മാങ്ങ ചമ്മന്തി, ഒരു കൊണ്ടാട്ടമുളക്, പിന്നെ അയിലക്കറിയാണ് കേട്ടോ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ മാങ്ങ ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ മാങ്ങയുടെ ചമ്മന്തിയുടെ റെസിപ്പിയൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യട്ടെ. ഒരു പാലക്കാടൻ മാങ്ങ ചമ്മന്തി ഉണ്ട്. അത് നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനിട്ട് ഷോർട്ട് വീഡിയോ ഇടാം, ഉലുവയൊക്കെ ചേർത്തിട്ടാണ്. അപ്പോൾ ഈ മാങ്ങ ചമ്മന്തി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇത് മാത്രം മതി. നമ്മൾ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കും മാങ്ങ ചമ്മന്തി. അത്രയും ടേസ്റ്റാണ് ഈ മാങ്ങ ചമ്മന്തിക്ക്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ടൊന്ന് അഭിപ്രായം പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.